രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷന്റെ ചെയർമാന് സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ്. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരായിരുന്നു? സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചില്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1942 മാർച്ച് 22. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1942 മാർച്ച് 22. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ലിൻലിത്ത് ഗോ. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ലിൻലിത്ത്-ഗോ. ക്രിപ്സ് മിഷനുമായി ചർച്ച നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്രിപ്സ് മിഷനുമായി ചർച്ച നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് പുത്രികാരാജി പദവി നൽകുമെന്നും ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കാമെന്നും ക്രിപ്സ് മിഷൻ വാഗ്ദാനം ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് പുത്രികാരാജി പദവി നൽകുമെന്നും ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കാമെന്നും ക്രിപ്സ് മിഷൻ വാഗ്ദാനം ചെയ്തു. ക്രിപ്സ് മിഷനെ കോൺഗ്രസ് അംഗീകരിക്കാത്തതിന് കാരണം ഉടനടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടതിനാലാണ്. ക്രിപ്സ് മിഷനെ മുസ്ലിം ലീഗ് അംഗീകരിക്കാത്തതിന് കാരണം പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തതിനാല്. ക്രിപ്സ് മിഷനെ കോൺഗ്രസ് അംഗീകരിക്കാത്തതിന്റെ കാരണം ഉടനടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടു. ക്രിപ്സ് മിഷനെ മുസ്ലിം ലീഗ് അംഗീകരിക്കാത്തതിന്റെ കാരണം പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തതിനാലാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്നും മടങ്ങിയത് 1942 ഏപ്രിൽ 12. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്നും മടങ്ങിയത് എപ്പോഴാണ്? 1942 ഏപ്രിൽ 12. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെയാണ്. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരം. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹ്റലി ആണ്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് ആരാണ്? യൂസഫ് മെഹ്റലി. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ ദിനപത്രമാണ് ഹരിജൻ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 1942 ഓഗസ്റ്റ് 8 ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ചാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ചാണ്. ഗോവാലിയ ടാങ്ക് മൈതാനം അഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് അറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായൺ ആണ്. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ ആരാണ്? ജയപ്രകാശ് നാരായൺ. ആസാദ് ദസ്ത് എന്ന സംഘടന രൂപീകരിച്ചത് ജയപ്രകാശ് നാരായൺ ആണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആസാദ് ദസ്ത് എന്ന സംഘടന രൂപീകരിച്ചത് ജയപ്രകാശ് നാരായൺ ആണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലി ആണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക ആരാണ്? അരുണ ആസഫ് അലി ആണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് ആഗാഖാൻ കൊട്ടാരം. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലാണ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയിയാണ് ലിൻലിത്ത് ഗോ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആരാണ്? ലിൻലിത്ത് ഗോയാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. വൈസ്രോയി ലിൻലിത്ത് ഗോയും കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദും ആണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭമാണ് കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? കീഴരിയൂർ ബോംബ് കേസാണ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ KB മേനോനാണ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ KB മേനോൻ. എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. താങ്ക്